friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ലഡു ആണ്. ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഹെൽത്തി ഓട്സ് ലഡു തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് ഓട്സ് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 125 ഗ്രാം ഓട്സ് വരും. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റ് ഈ നെയ്യിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓട്സ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ലഡുവിനും മധുരത്തിനും വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഒരു 50 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/3 കപ്പോളം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഓട്സ് എടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഉരുക്കി വെച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഒന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലൊന്ന് തളിച്ച് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് കാഷ്യൂനട്ടും ബദാമും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കാഷ്യൂനട്ടും ബദാമും ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും കൂടെ ഉള്ളൊരു മിക്സാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിസ്ത എന്ത് വേണം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലഡു തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കയ്യിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സാധാരണ ലഡുവിൻ്റെ സൈസ് ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും എല്ലാം വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ലഡു റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന ലഡുവിനെക്കാട്ടിലും ഹെൽത്തി ഫാറ്റ്സും ഹെൽത്തി പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ലഡുവാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.